ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് കമന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തിരിക്കാൻ നല്ല രീതിയിൽ ഞാൻ പറയൂ കേട്ടോ. നിങ്ങൾ ഞാൻ ഒന്നും മിണ്ടില്ല എന്ന് ഓർത്ത് ഇരിക്കരുത്. പറയുന്ന കാര്യത്തിൽ ന്യായം ഉണ്ടെങ്കിൽ അല്ലെ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും. അതിനനുസരിച്ചുള്ള രീതിയിൽ ഞാൻ കമന്റ് കൊടുക്കാറുള്ളൂ. പക്ഷെ അല്ലാണ്ട് എന്റെ അടുത്ത് കയറി വെറുതെ ഒരുമാതിരി മെനകെട്ട രീതിയിൽ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പോ എന്താ നാം ഈ കേൾക്കുന്നത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ, വെറുതെ സ്വയം തോണ്ടി കുഴി ഉണ്ടാക്കരുത്. എനിക്കത് മാത്രമേ ഈ ചായനോട് പറയാനുള്ളൂ. ഇത് പറയുമ്പോൾ നമ്മുടെ നീരജ് ആമൂസ് ഇങ്ങനെയായിരുന്നു, സ്വന്തം തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടി വീഡിയോ ഇട്ടിട്ടിട്ട് ലാസ്റ്റ് പണി കിട്ടി പിന്നെ വായടച്ച് ആ വഴിക്ക് അങ്ങ് പോയി. അതുപോലെ എനിക്ക് ചായനോടും പറയാനുള്ളത്, രക്ഷാകുലമായി പലതും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ പല സ്ക്രീൻഷോട്ടുകളും പല ഓഡിയോകളും കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആരും ഇതൊന്നും പുറത്തിറക്കിയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, വേണ്ട, അതിൻ്റെതായ ഒരു ആവശ്യം തോന്നുമ്പം ഇറക്കാം എന്ന് കരുതി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം എന്തിനാ വെറുതെ? നിങ്ങൾ സെപ്പറേറ്റഡ് ആവാൻ തീരുമാനിച്ചു, നിങ്ങൾ സെപ്പറേറ്റഡായി, രണ്ട് പേരും രണ്ട് വഴിക്കായി പോവുക. കുഞ്ഞാറ്റേൻ്റെ ലൈഫ്, ഇച്ചായൻ്റെ ലൈഫ്. വെറുതെ ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ചൊറിയാണ്ട് നിൽക്ക്. അവർ കുറേ ദിവസമായി ഇതൊക്കെ സഹിക്കുന്ന, അവരുടെ പേരിൽ വരുന്ന വർത്തമാനവും ഡയലോഗും അതും ഇതൊക്കെ കുറേ അവർ സഹിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ അവരെന്തിനാ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നത്, അവരെന്തിനാ ഈ ചീത്തവിളി കേൾക്കുന്നത്, അവരെന്തിനാ എല്ലാവരുടെ കയ്യിൽ നിന്നതൊക്കെ കേൾക്കുന്നത്? അപ്പോൾ അവരുടെ സൈഡ് ന്യായീകരിക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നാരായണക്കല്ല. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തിക്കാം. ആൻഡ് ഇതിന് തൊട്ട് മുമ്പ് ഇച്ചായൻ ഓൾറെഡി ആളുടെ ചാനലിലൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞത് ഇതോടും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് പ്രസംഗിച്ചത്. പക്ഷെ ഇന്നും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, തെറി പറഞ്ഞ് വരരുത്, വരാനുള്ളത് വഴി തെറ്റാണ്ട് വരണ്ട് എന്ന രീതിയിലൊരു സാധനം ഇട്ടിട്ടുണ്ട്. വഴി തെറ്റാണ്ട് വരണ്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഇച്ചായൻ ഇത് നിർത്താനൊന്നും പ്ലാനിങ് ഇല്ല. പുള്ളീൻ്റെ ചാനലിൽ റീച്ച് കിട്ടണമെങ്കിൽ, സബ്സ്ക്രൈബർ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു തമ്മിൽ ഇടണം, ഇട്ടോ, ഒരു കുഴപ്പവും പറയുന്നില്ല. പക്ഷെ താങ്കളുടെ പാർട്ട്ണറെയാണ് നാണം കെടുത്തുന്നത്. അവരിലാണ് ഈ മെൻ്റൽ ഹറാസ്മെൻറ്റ് വരുന്നത്. താങ്കൾ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് മെസ്സേജസും കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അത് പുള്ളിക്കാരിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവർ മെൻ്റലി ഭയങ്കര വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡോണ്ട് നോ ഹൗ ഷീ ഈസ് ഗോണ. സോ അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തുക. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം, നമ്മുടെ കുഞ്ഞാറ്റ ഒരു 10-12 ദിവസത്തിന് ശേഷം ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടു. ഒരു വ്ളോഗാണ് കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഇച്ചായൻ പറയുന്നത് പോലെ തന്നെയാണ് ആളും കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇൻഡയറക്റ്റ്ലി ഒന്ന് കുത്തിയിടുക. കാരണം ഡയറക്റ്റ്ലി കുത്തിയാലാണല്ലോ ഇതൊരു വിഷയമാവുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് അതിൽ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഭയങ്കര അർത്ഥം, ലൈക്ക് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്യണം, അതിനെ പറ്റി സംസാരിക്കണം എന്ന് തോന്നിയെടുക്കുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് മടിയുണ്ടായിരുന്നേ. ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മൾ കുറേ ആലോചിച്ച് എടുക്കുന്ന തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രോങ് ആവും. അങ്ങനെ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആവാൻ എനിക്ക് കുറച്ച് സമയമൊക്കെ ആവശ്യം വന്നു കേട്ടോ. ഒത്തിരി കമൻറ്റ്സ് കണ്ടിരുന്നു, പൈസയൊക്കെ ആയി പുറത്തൊക്കെ പോയി സെറ്റിലായപ്പോൾ കുറേ ലൈഫൊക്കെ വേണ്ടാന്ന് വെച്ചതായിരിക്കാം. ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ വന്ന് സെറ്റിൽ ആവണതിന് മുമ്പ് ഒത്തിരി കാശൊക്കെ ഉണ്ടായി, കുറേ അടിച്ചു പൊളിച്ച് നടന്ന ഒരു കാലോടി ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഇതിൽ കുഞ്ഞാറ്റ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളിലോട്ടാണ് എൻ്റെ ഒരു മെയിൻ ഫോക്കസ് പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം, അത് പൊതുവേ ഈ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിലോട്ട് പെണ്ണുങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവർ ഒരു ദിവസം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല. അവർ ഒരുപാട് ആലോചിച്ച് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെടുക്കുന്ന ഒരു ഡിസിഷനായിരിക്കും. അങ്ങനെ ഒരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ബാക്കോട്ട് വലിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ആ ഡിസിഷനിൽ അവർ മാറി ഒന്ന് റീതിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ കുഞ്ഞാറ്റേനെ സംബന്ധിച്ച് കുറേ കൊല്ലങ്ങളായിട്ട് ആളെടുത്ത ഒരു ഡിസിഷനാണ്, ചെയ്യണോ ചെയ്യണ്ടേ. ഈവൻ കുഞ്ഞാറ്റ തന്നെ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്രയോ കൊല്ലം മുമ്പ് കുടുംബ കോടതിയിൽ കൊടുത്തിരുന്നു കേസ് എന്ന്. അപ്പോൾ ഒരു ലോങ് പ്രോസസ്സ് വഴി പുള്ളിക്കാരി ഒരുപാട് ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഹെർ റൈറ്റ്, ആളുടെ ഇഷ്ടമാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഒരു ചെറിയ മോനാണ്. ഈ മോനെ വെച്ചുകൊണ്ട് ഒരു സിംഗിൾ മദറായി ജീവിക്കാനൊന്നും ഒരു വൈഫും ആഗ്രഹിക്കില്ല. അവിടെ അച്ഛൻ്റെ സ്നേഹവും ഒരു പാർട്ട്ണറുടെ സപ്പോർട്ട് തന്നെയാണ് ആഗ്രഹിക്കുക. ഒരു മൊമെൻറ്റിൽ അത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ അത്രത്തോളം അവർ ആ റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിട്ടുണ്ടാവും.
രണ്ടാമത്തെ കാര്യം പണം എന്താണ് ഇപ്പം മാൾട്ടയിലെത്തി, അവിടെ പൈസയൊക്കെ ആയി, അവിടെയൊക്കെ ഒരു ജീവിതമായി, അതുകൊണ്ടായിരിക്കാം കുഞ്ഞാറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇച്ചായനെ ഒഴിവാക്കി എന്ന് പറയുന്ന ആൾക്കാരോട് ഇവർ യൂട്യൂബർ എന്ന നിലയിൽ കുഞ്ഞാറ്റ് പറഞ്ഞതുപോലെ പണ്ടത്തെ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ട് അറിയാം, ഇതിലും അടിച്ചു പൊളിച്ച് കാറും വാങ്ങി ഭയങ്കര ചിൽ പോലെ നടന്നിട്ടുള്ള ടീം തന്നെയാണ് ഇവർ. കുറച്ച് കാലം കഴിഞ്ഞ് ലേറ്റർ ഓൺ ആണ് ഇവർക്ക് മനസ്സിലായത് പണമൊന്നുമല്ല, വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന്. പിന്നെ പണത്തിനിടെ പ്രശ്നങ്ങൾ വന്നു. തൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുഞ്ഞാറ്റ പുറത്തോട്ട് പോയിട്ടുള്ളത്, ആ ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് ഡിവോഴ്സ് ആക്കുക എന്ന് പറഞ്ഞാൽ, ഇവൻ കുഞ്ഞാറ്റേൻ്റെ ഒരു കുറച്ച് നാൾ മുമ്പ് വരെയുള്ള റീൽസ് അല്ലെങ്കിൽ ഇച്ചായൻ്റെ ചാനലിൽ തന്നെ ഇച്ചായൻ പറഞ്ഞിട്ടുണ്ട് ഈ ഓഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരെ ഞാനും അവളും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ പിന്നെ കമൻറ്റ് പറയുന്നവർക്ക് പലതും പറയാമല്ലോ. സോഷ്യൽ മീഡിയയിൽ പണ്ടൊക്കെ വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും കരച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയായിരുന്നു ഈ കൊച്ചിന് ഈ കരയാൻ മാത്രമേ നേരമുള്ളൂ, ഇതിങ്ങനെ കരഞ്ഞ് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന എന്നൊക്കെ. ഇപ്പം ഞാനൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നോക്കിയപ്പോൾ അവൾ അഹങ്കാരിയായി, കാശായി. എന്തായാലും നമ്മളെല്ലാം സാഹചര്യമൊക്കെ അനുസരിച്ചാണ് മാറുള്ളൂ. അങ്ങനെ എല്ലാവരും പെട്ടെന്നൊന്നും മാറത്തൊന്നുമില്ല. കുറേ പേർക്ക് കുഞ്ഞാറ്റയിൽ തോന്നുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ തോന്നുന്ന പോയിന്റ് ചെയ്യുന്ന ഒരു സാധനം, പണ്ടൊക്കെ കുഞ്ഞാറ്റ എന്ത് വിഷയം വരികയാണെങ്കിലും കരഞ്ഞു വന്നിരുന്നിട്ടാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക, കരഞ്ഞളിഞ്ഞ് പിളിഞ്ഞൊക്കെയാണ്. ഇപ്പോൾ കുഞ്ഞാറ്റ കുറച്ചും കൂടെ സ്ട്രോങ് ആയി, കുറച്ചും കൂടെ ബോൾഡായി. പുള്ളിക്കാരി എന്ത് കാര്യം വരുമ്പം ഇങ്ങനെ, അതെന്തുകൊണ്ടാണ് അറിയോ, ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു സാധനവും ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനവും ട്രോമ എന്ന് പറയുന്ന ഒരു സാധനം മൂന്നും കൂടെ ഒരുമിച്ച് വരുമ്പം നമ്മളിൽ കിട്ടുന്ന ഒരു ബോൾഡ്നെസ് ഉണ്ട്. അപ്പം ഇവിടെ ലോങ് ഡിസിഷൻ, അതിൽ കുറേ സഫർ ചെയ്തു, കുറേ കരഞ്ഞു, കുറേ അങ്ങനെ പോയി ഒരു പോയിന്റ് എത്തിയ സമയത്ത് ആൾക്ക് മനസ്സിലായി ആളെ തന്നെ മുന്നോട്ട് കൊണ്ടുവരൽ ആരുടെ ഇമ്പോർട്ടൻ്റ് ആണ്, ആളുടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആളെന്ത് ചെയ്തു, ഷീ കം ബാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കരഞ്ഞില്ല എന്ന് കരുതി ഇത് പറയരുത്. ഇതൊക്കെ ഒരു കമൻറ്റിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. കാരണം നമ്മൾ വരുന്ന വ്യത്യാസമാണ്. നമുക്ക് ഒരു എക്സ്റ്റെൻഡ് വഴി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഇത്രത്തോളം പബ്ലിക് ആക്കിയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ആസ്ക്. ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരാളാൽ ചതിക്കപ്പെടുവാണെന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ അവിടുന്ന് മൂവ് ഓൺ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വീണ്ടും അവസരങ്ങൾ കൊടുത്ത് ഓരോ ചാൻസസ് കൊടുത്ത് പിന്നീടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരാളുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാൻ എത്ര യോജിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീരെ യോജിക്കുന്നില്ല എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരാൾ ഒരിക്കലും നന്നാവില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആക്കുന്നില്ല. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു ബ്രേക്ക് അപ്പ് ദാറ്റ് റിലേഷൻ. കാരണം ഞാനുള്ള സമയം എൻ്റെ പാർട്ട്ണറിന് വേറൊരു പെണ്ണിനോട് ചാറ്റ് ചെയ്യാനും വേറൊരു പെണ്ണിനോട് പലതും ചെയ്യാൻ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹി ഡോണ്ട് വാണ്ട് മീ എന്നല്ലേ, ഹി റിപ്ലേസ് മീ എന്നല്ലേ, അങ്ങനെ ഒരാളെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ദറ്റ്സ് ഓഫ് കോഴ്സ് റൈറ്റ്. പക്ഷെ ഒരാളും ഒരു കാലത്തും നന്നാവില്ല എന്ന് പറയുന്ന ഒരു സാധനത്തിലൂടെ എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ഇല്ല. ഏത് പോയിന്റിലാണ് അവർ നന്നാവുക, ഏത് പോയിന്റിലാണ് മാറ്റം വരിക, ഏത് പോയിന്റിലാണ് തിരിച്ചറിവ് വരിക, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞങ്ങൾ വെള്ളം മുരളീൻ്റെ കേസ് തന്നെ ഞാൻ പേഷ്യൻസിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് 10-16 ഡി അഡിക്ഷൻ സെൻറ്ററിൽ വെള്ളം മുരളി പോയിട്ടുണ്ട്. ഈവൻ ദി ലാസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിയ സമയത്താണ് പുള്ളിക്കൊരു മാറ്റം എന്ത് ചെയ്തത് വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് പോയിന്റിലാണ് നന്നാവുക എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരേ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം കുഞ്ഞാറ്റ് പറഞ്ഞ പോലെ തന്നെ പറയും. ഇവിടെ കുഞ്ഞാറ്റ് പറയാനുണ്ടായത് പുള്ളീൻ്റെ കാര്യയുടെ ലൈഫ് എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്തിട്ടാണ്. കാരണം ഒരേ പ്രശ്നം തന്നെ പുള്ളിക്കാരി ഒരുപാട് തവണ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇനി അങ്ങോട്ടും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കേട്ടോ. സോഷ്യൽ മീഡിയ എനിക്ക് നേരത്തെ തുറന്നൊരു പുസ്തകം പോലെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോഴെന്നല്ല, കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്താണ് പറയാനുള്ള കാര്യങ്ങൾ അത് ഞാൻ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത് കേട്ടോ. സോ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഈ ഫാമിലി വ്ളോഗേഴ്സിന് മനസ്സിലാക്കേണ്ട ഒരു മെയിൻ ഫാക്റ്റാണ് കുഞ്ഞാറ്റോടെ പറഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എനിക്കൊരു തുറന്ന പുസ്തകമായിരുന്നു എന്ന്. സത്യമാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിന് സോഷ്യൽ മീഡിയ ഒരു തുറന്ന പുസ്തകമാണ്. പ്രശ്നം ഉണ്ടായാലും തല്ലുണ്ടായാലും കരഞ്ഞാലും ഒച്ചപ്പാടുണ്ടാക്കിയാലും എന്ത് ഭൂചലനം ഉണ്ടെങ്കിലും യൂട്യൂബിൽ വന്നങ്ങ് അറിയിച്ചു കഴിയുന്ന സമയം തന്നെ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഫാമിലിയിലോട്ട് പലരും കണക്റ്റഡാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ആദ്യം വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ അമ്മ താമര നടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് 1 മില്യൺ പോയിട്ടുള്ള ഷോർട്സ്. ഒരുപാട് പേര് കമൻ്റ് അയച്ചു. അതിന് ശേഷം ഞാൻ ഇട്ട പല വീഡിയോയുടെ താഴെയും വന്ന മെസ്സേജ്, മോളെ താമര എന്തായി, താമര റെഡിയായോ, താമര വളർന്നോ, എങ്ങനെയാണ് ചെയ്തേ, ഈ കാര്യം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ ചില വ്ളോഗ് ബാക്കിയുള്ളവരിൽ എത്രത്തോളം
ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്, അവരെത്രത്തോളം അത് ശ്രദ്ധിക്കുന്നുണ്ട് ഈവൺ ഒരു വ്ളോഗ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഫാമിലി കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരെയൊക്കെ എന്തായാലും ഈ ചോദ്യങ്ങൾ വരും. അപ്പം അതാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പ്രൈവറ്റായി വെക്കേണ്ട കാര്യങ്ങൾ ലൈഫിൽ പ്രൈവറ്റായി തന്നെ വെക്കണം. വളരെ പേഴ്സണലായിട്ട് ആ കാര്യങ്ങൾ ഇടുന്ന സമയത്താണ് പല വ്യക്തികളും കീറി മുറിക്കാൻ ശ്രമിക്കുക. ഇനി കീറി മുറിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും തന്നെ യു ഹാവ് ദ റൈറ്റ് വെദർ ടു സേ ഓർ നോട്ട്. പറയണോ പറയണ്ടേ എന്നുള്ളൊരു അവകാശം നിങ്ങളുടെ സൈഡിലുണ്ട്. നിങ്ങളത് മനസ്സിലാക്കാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആൻഡ് കുഞ്ഞാറ്റ ഇവിടെ ഇൻഡയറക്റ്റ്ലി ഇച്ചായനെ കുത്തിയിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ നടന്ന കാര്യങ്ങൾ കണ്ടന്റ് ആക്കിക്കൊണ്ട് റീച്ച് ഉണ്ടാക്കേണ്ട ഗതികേട് എനിക്കില്ല. അത് തന്നെ ഇച്ചായനോട് പറയാനുള്ളത്. സ്വന്തം ലൈഫ് വെച്ചിട്ടാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കി കടന്ന് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചർച്ച എന്ന നിലയിൽ അതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇട്ടിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഓക്കെ. ആൻഡ് ഇച്ചായൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ, ഞാൻ ഇട്ടൊരു വീഡിയോ, ഞാനത് കുറച്ച് കാര്യങ്ങൾ അതിൽ ഭാഗങ്ങളൂടെ പറയാണ്ട് അതും കൂടെ പണ്ട് നമുക്ക് വീഡിയോ വേഗം അങ്ങ് അവസാനിപ്പിക്കാം. മീഡിയയിൽ കുറേ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. ഞാനത് കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ അവോയ്ഡ് ചെയ്ത് വിടുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തും പറയട്ടെ, അവരെന്തും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അത് പലരുടെയും അഭിപ്രായമായിരിക്കാം. എനിക്ക് അഭിപ്രായങ്ങൾ ഉള്ളതുപോലെ തന്നെ പലർക്കും പല രീതിക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ ഒരാളെയും കുറ്റം പറയാൻ യോഗ്യനല്ല, ഒരാളെ വിധിക്കാൻ ഞാൻ യോഗ്യനല്ല. കാരണം എനിക്കുമുണ്ട് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമുക്കൊക്കെ ഏത് സൈഡ് പോയാലും തെറിവിളിയാണെങ്കിലും ഈ വ്യക്തി നല്ല മാന്യമായിട്ട് ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ഓവർ ചൊറിയുന്ന രീതിയിൽ പറഞ്ഞാൽ ഞാൻ നന്നായി കയറി റിയാക്ട് ചെയ്യുന്നു പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. അറിയില്ല, എന്തായാലും ബാക്കി പറയുന്ന വ്യക്തിക്ക് വേറെ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ ഉണ്ടോ, അതായിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം? സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ ജീവിതം തുടങ്ങി ഏകദേശം ഇപ്പം സ്നേഹവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തോളമായി. അപ്പം ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ചോദിച്ചേ എന്ന കാര്യം എനിക്കറിയില്ല. പിന്നെ ഏതൊരു ബന്ധവും സെപ്പറേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത് അവിഹിതമാണ്. ഒന്നുകിൽ ആണിൻ്റെ സൈഡ്, പെണ്ണിൻ്റെ സൈഡ്. കുഞ്ഞാറ്റ ഇപ്പോൾ മാൾട്ടയിൽ പോയതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞാറ്റേൻ്റെ തലയിലോട്ട് ഇട്ടു. അതിന് ചോദ്യോത്തരങ്ങളൊക്കെ നമ്മളുടെ ഇച്ചായന് വന്നു. ഇച്ചായൻ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്, അവൾ അങ്ങനെയൊന്നുമല്ല, അവൾ അങ്ങനത്തെ ഒരു ടൈപ്പല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കേണ്ടവർ ഇതാ കേട്ടോളൂ. ആൾ വളരെ നല്ലൊരാളാണ്, അങ്ങനെ ഒരു മോശ സ്വഭാവമുള്ള ആളല്ല. പക്ഷേ കുറേ കുറ്റങ്ങളും ഉണ്ട്, കുറവുകളും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതും ആൾക്കില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവിടെ പോയി ഇപ്പം ആള് പോയേക്കുന്ന വിദേശത്താണെങ്കിൽ പോയതിന് ശേഷമാണ് കുറ്റവും കുറവില്ലാത്ത മനുഷ്യന്മാരാരുമില്ല. ഈ പറയുന്ന ഇച്ചായന് തന്നെ നല്ല കുറ്റവും കുറവുണ്ട്. നല്ലോണം എന്ന് വെച്ചാൽ നല്ല കുറ്റവും കുറവും. ഇനിയോ അല്ലെങ്കിൽ ആ വ്യക്തിനെ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ചങ്കിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയണം, ഞാൻ പൂർണ്ണമായിട്ടും നല്ല ഒരാളാണ്, എനിക്ക് ഒരു കുറവുകളും ഇല്ല, കുറ്റങ്ങളും ഇല്ല എന്ന് പറയുന്ന ആൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് പൂർണ്ണമായിട്ട് എന്നെ കുറ്റപ്പെടുത്താം, എനിക്ക് അതിന് ഒരു കുഴപ്പമില്ല. വേറെ കുറേ കാര്യങ്ങൾ ഇച്ചായൻ വലിച്ചു നീട്ടുന്നുണ്ട്. ഈ ഒരു സാധനം പറയാനാണ് വന്നത്. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്യുന്ന ഞങ്ങൾ 100% പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പം ഞാൻ ഈവൻ ചെയ്യുന്ന വീഡിയോയിൽ, എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന എല്ലാവരും വന്ന് യു സെഡ് റൈറ്റ്, യു ആർ ദ റൈറ്റ്, യു ആർ ദ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. എത്രയോ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ആശയവുമായി ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് അതിൽ നെഗറ്റീവ് പറയുക. ഐ റെസ്പെക്റ്റ്. എൻ്റെ വീഡിയോയിൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന എല്ലാ കമൻറ്റ്സും ഞാൻ ലൈക്ക് അടിച്ച് പോകലുണ്ട്. ഒരു കമൻറ്റ് പോലും ഞാൻ വിടല്ല. തെറിവിളി കമൻറ്റ് ഒഴികെ, പേഴ്സണലി ഹറാസ് ചെയ്യുന്ന, എന്നെ അത്ര മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന കമൻറ്റ് ഒഴികെ ബാക്കി എല്ലാ കമൻറ്റ്സും ഞാൻ ലൈക്ക് അടിച്ച് വിടലുണ്ട്. കുഞ്ഞാറ്റനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇച്ചായനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ ബിഗ് ബോസ് ഉണ്ട്, മനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്, ഗിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. ഐ റെസ്പെക്റ്റ് എവ്രി വൺസ് ഒപ്പീനിയൻ. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഞാൻ 100% പെർഫെക്റ്റ് ആണെന്നല്ല. പക്ഷെ എൻ്റെ ജീവിതം ഞാൻ കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ വിളമ്പില്ല. ഇനി എൻ്റെ ചാനൽ ഇന്നോ നാളെയോ ഇത് റിയാക്ഷൻ വീഡിയോ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഫാമിലി വ്ളോഗ് ആയാലും എനിക്കിടണം എന്ന് തോന്നുന്ന കണ്ടൻസ് ഞാനിതിലിടും. എനിക്ക് പറയണം തോന്നുന്ന കണ്ടൻസ് ഞാൻ പറയും. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇൻ കേസ് ഫ്യൂച്ചറിൽ എൻ്റെ പാർട്ട്ണറുമായിട്ട് സെപ്പറേറ്റഡ് ആയി എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇതിൽ വന്നാൽ റിയാക്ഷൻ വീഡിയോക്കാർ ഫുള്ളിരുന്ന് റിയാക്ട് ചെയ്താലും ഞാൻ ആ ഭാഗം മൈൻഡ് ചെയ്യില്ല. ഞാനത് തെളിയിക്കാൻ വേണ്ടി ഞാനിവിടെ വന്ന് സംസാരിക്കില്ല. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും. സോ അതൊക്കെ നമ്മളുടെ സ്റ്റാൻഡേർഡോ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആരും 100% പെർഫെക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇച്ചായനെ പറ്റി ഇത്രയും നമ്മൾ സംസാരിക്കാനുണ്ടായതിൻ്റെ ഒരു റീസൺ ഞാൻ സിമ്പിളായിട്ട് പറയാം. ഡിവോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒറ്റ വീഡിയോ ഇട്ട് നമ്മളെ കൺക്ലൂഡ് ചെയ്താൽ ഇച്ചായൻ ഡെയിലി 6-7 വീഡിയോസ്, ഈ 10-20 ദിവസം കൊണ്ട് 7 വീഡിയോസ്, 7 വീഡിയോസിന് 7 തംബ്നെയിൽ, അതിൻ്റെ ഉള്ളിൽ വളരെ മെൻ്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ, അല്ല അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടും, നമ്മൾ കാണുന്നു, നമ്മൾ കാണിച്ചിട്ടില്ല, അതിൻ്റെയൊക്കെ പല ഇമോഷനെ പുറത്ത് നമ്മൾ പലതും പറയുന്നത്.
ഒന്നും മിണ്ടാണ്ട് സൈഡായി നിന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ അങ്ങ് തീരും. വേണമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ കാണും. സോ ഗൈസ്, അത്രയും പറയാനുള്ളൂ. ബൈ.